കോഴിക്കോട് വടകരയിൽ ദേശീയപാത നിർമ്മാണത്തിനായി എടുത്ത താഴ്ചയുള്ള കുഴിയിൽ വീണ് ബൈക്ക് യാത്രികന് പരിക്ക്. തലശ്ശേരി സ്വദേശി മുഹമ്മദ് അഖിനാണ് പരിക്കേറ്റത്. അജി കുഞ്ഞുമോൻ കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായുണ്ട്. അജി, ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ധാരാളം അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ ഇപ്പോൾ ഏറ്റവും പുതിയതാണ് ഈ കുഴിയിൽ വീണ് ബൈക്ക് യാത്രികന് പരിക്കേറ്റ സംഭവം. ഇതെങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് അജി? GK സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അപകടങ്ങൾ തുടർക്കഥയാണ്. ഇന്ന് 2 മണിയോടുകൂടിയാണ് വടകരയിൽ ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത്. അഖിന് പരിക്കേറ്റത് വടകരയിൽ അദ്ദേഹം തലശ്ശേരിയിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് വരികയായിരുന്നു. അപ്പോൾ ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടി എടുത്ത സ്ലാബ് ഇടാൻ വേണ്ടി എടുത്ത ഒരു വലിയ കുഴി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കുഴിയിലേക്ക് വീണാണ് അഖിന് പരിക്കേറ്റിരിക്കുന്നത്. അഖിന്റെ പരിക്ക് ഗുരുതരമുള്ള പരിക്കല്ല, നിസ്സാരമായാണ് പരിക്കേറ്റത്. ഇപ്പോൾ വടകരയിലെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങളും പരാതികളും ഒക്കെ തന്നെയും ഈ മേഖലയിലൊക്കെ ഉയർന്നിട്ടുണ്ടായിരുന്നു. അന്നൊന്നും തന്നെയും ദേശീയപാത നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്ന കമ്പനി ഇതിന് വേണ്ടത്ര സുരക്ഷാ ക്രമീകരണം ഒരുക്കുവാനോ മറ്റു നടപടികൾ പാലിക്കുവാനോ അവർ തയ്യാറായിരുന്നില്ല. ഇതിനെതിരെ വലിയ തരത്തിലുള്ള ഒരു വിമർശനം ഉയരുന്നു. അഖിലിന് അപകടം സംഭവിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത്, അതായത് അഖിന് എതിർവശം ഒരു ബസ് വരുന്നുണ്ടായിരുന്നു. അമിത വേഗതയിലാണ് സ്വകാര്യ ബസ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സ്വകാര്യ ബസ്സിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ബൈക്ക് കുഴിയിലേക്ക് മറിഞ്ഞ് അപകടം സംഭവിച്ചത്. ഏതായാലും ഈ യുവാവിന്റെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് ആശുപത്രി അധികൃതരും പോലീസും വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ അപകടങ്ങൾ ഇങ്ങനെ ഈ മേഖലയിൽ, അതായത് ദേശീയപാത നിർമ്മാണം നടക്കുന്ന കോഴിക്കോടിന്റെ പല റീച്ചുകളിൽ വലിയ തരത്തിലുള്ള അപകടങ്ങൾ തുടർക്കഥയാവുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ട ഒരു പരിഹാരം എത്രയും വേഗം കൈക്കൊള്ളണമെന്ന് നാട്ടുകാരും വിവിധ രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുമായി മുന്നോട്ട് പോകാൻ വേണ്ടിയാണ് ഇപ്പോൾ നാട്ടുകാരും മറ്റ് പ്രദേശവാസികളും ഒക്കെ ഇപ്പോൾ നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ഈ ദേശീയപാത നിർമ്മാണം നടക്കുന്ന സ്ഥലങ്ങളിൽ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും തന്നെയും പാലിക്കാതെയാണ് ഇത്തരത്തിൽ നിർമ്മാണങ്ങൾ നടക്കുന്നത് എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. പ്രത്യേകിച്ച് ഈ വലിയ കുഴിയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അവിടെ കുഴിയുണ്ടെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ബോർഡുകളോ അല്ലെങ്കിൽ മറ്റ് ബാരിക്കേഡ് സംവിധാനങ്ങളോ ഒന്നും തന്നെയും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം തന്നെയും വലിയ തരത്തിലുള്ള അപകടങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്യുന്നു. രാത്രി കാലങ്ങളിൽ ഈ മേഖലകളിലൊക്കെ തന്നെ, ഈ നിർമ്മാണം നടക്കുന്ന മേഖലകളിലൊക്കെ തന്നെ വെളിച്ചക്കുറവ് ഉണ്ടാവുന്നത് ഒരു വലിയ തരത്തിൽ അപകടങ്ങളിലേക്ക് വഴിവെക്കുമെന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളും പരാതികളും നേരത്തെ ഉയരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. GK അജി കുഞ്ഞുമോനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.